നമസ്കാരം. എല്ലാ പാർട്ടികളുടെയും അല്ലെങ്കിൽ വിവിധ പാർട്ടികളുടെ വിവിധ മുന്നണികളുടെ സ്ഥാനാർത്ഥി ലിസ്റ്റുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. ഈ സ്ഥാനാർത്ഥി ലിസ്റ്റുകൾ പരിശോധിക്കുമ്പോൾ ചില സ്ഥാനാർത്ഥികൾ ലിസ്റ്റിലേ വരുന്നില്ല. ഇപ്പോൾ പാലക്കാട് എടുത്തു കഴിയുമ്പോൾ ഡോക്ടർ സരിൻ എന്ന് പറയുന്ന ആൾ തോറ്റുപോയി. LDFിൻ്റെ CPMൻ്റെ സ്ഥാനാർത്ഥിയായി നിന്ന് മത്സരിച്ച് തോറ്റു. അദ്ദേഹം പിക്ചറിലേ ഇല്ല. അതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട ഒരു കാൻഡിഡേറ്റ്, പിക്ചറിൽ നിന്ന് ഔട്ടാവുന്ന ഒരു കാൻഡിഡേറ്റ്, കൃത്യമായി ഔട്ടാവാൻ എല്ലാ സാധ്യതയുമുള്ള അദ്ദേഹം തവന്നൂർ മത്സരിക്കാനുള്ള സാധ്യത പറഞ്ഞു, അല്ലെങ്കിൽ താനൂർ മത്സരിക്കാനുള്ള സാധ്യത പറഞ്ഞു, അല്ലെങ്കിൽ ഒറ്റപ്പാലത്ത് മത്സരിക്കാനുള്ള സാധ്യത എന്ന് പറഞ്ഞു, പാലക്കാട് പറഞ്ഞു, തൃത്താല പറഞ്ഞു. ഒരുപാട് സ്ഥലങ്ങളിൽ BJPക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളിലും അതുപോലെ CPMന് ഹിന്ദുക്കൾക്ക് ധാരാളം സ്വാധീനമുള്ള മണ്ഡലങ്ങളിലും, തവന്നൂരൊക്കെ ഹിന്ദുക്കൾക്ക് നല്ല സ്വാധീനമുണ്ട് ഉള്ള മണ്ഡലങ്ങളിലൊക്കെ മത്സരിക്കാമെന്നുള്ള കാഴ്ചപ്പാടിൽ വലിയ പദവിയിലേക്ക് പോകാൻ വേണ്ടി പാണക്കാട് ശിഹാബ് തങ്ങളെ അടക്കമുള്ള ആളുകളെ പോയി കാണുകയും വലിയ രീതിയിൽ കോൺഗ്രസിലേക്ക് ആനയും അമ്പാരിയുമായിട്ടൊക്കെ ചേക്കേറിയ ആളാണ് സന്ദീപ് വാര്യർ. പക്ഷേ സന്ദീപ് വാര്യരുടെ പേര് ഇപ്രാവശ്യം കേൾക്കുന്നില്ല. മേജർ രവിക്കടക്കം BJP സീറ്റ് കൊടുക്കുന്നു. ധാരാളം സ്ഥലങ്ങളിൽ BJP സീറ്റുകൾ ആളുകൾ കൊടുക്കുന്ന കഥകൾ കേൾക്കുന്നു. വലിയ ഹൈപ്പിലേക്ക് BJP പോകുന്നു. ആ സമയത്ത് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോയി. കോൺഗ്രസിൽ നിന്ന് സന്ദീപ് വാര്യരുടെ പേര് എങ്ങും കേൾക്കുന്നില്ല. പക്ഷെ അവരുടെ ലിസ്റ്റ് ആയിട്ടില്ല. ഫൈനൽ ലിസ്റ്റ് ആകുമ്പോൾ സന്ദീപ് വാര്യർ ഉണ്ടാകുമോ? പക്ഷേ നമ്മളിപ്പോൾ കേട്ട് വരുന്നതനുസരിച്ച് ചില നേതാക്കൾക്ക്, വളരെ പ്രമുഖരായിട്ടുള്ള കോൺഗ്രസിലെ ചില നേതാക്കൾക്ക് സന്ദീപ് വാര്യരോട് വലിയ താല്പര്യമില്ല. അങ്ങനെ വരുമ്പോൾ ഒരു കുഴപ്പം, ഈ കോൺഗ്രസിനകത്ത് എപ്പോഴും സീറ്റ് നിർണ്ണയിക്കുന്നതിന് ഒന്നുകിൽ ജാതി ഘടകങ്ങൾ തീർച്ചയായും നോക്കാതെ അവർ പരസ്യമായി പറഞ്ഞുകൊണ്ട് തന്നെയാണ്, അല്ലാതെ അവർ രഹസ്യമായി ജാതി അങ്ങനെയൊന്നുമല്ല. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരാണ് രഹസ്യമായി നമുക്ക് ജാതിയില്ല മതമില്ലെന്ന് പറയുകയും എന്നാൽ മണ്ഡലത്തിലെ പൊതുജാതിയും പ്രധാനപ്പെട്ട മതത്തെയൊക്കെ നോക്കി സ്ഥാനാർത്ഥിയെ നിർത്തുന്ന ഇടതുപക്ഷത്തിൻ്റെ ശൈലിയാണ്. പക്ഷേ കോൺഗ്രസ് അങ്ങനെയല്ല. ഞങ്ങളൊരു ജനാധിപത്യ പാർട്ടിയാണ്, ഇതൊരു തുറന്ന പാർട്ടിയാണ്, എല്ലാ ജാതി മത സംഘടനകളെ ഇൻക്ലൂസീവായി കൊണ്ടുപോകുന്ന പാർട്ടിയാണ്. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഭാരവാഹികളെ വയ്ക്കുന്ന കാര്യമായാലും തെരഞ്ഞെടുപ്പിലായാലും കൃത്യമായി ഞങ്ങൾ പിന്നെ യുവാക്കൾക്കും മഹിളകൾക്കും ഒക്കെ സ്ഥാനം കൊടുക്കുന്ന പോലെ വിവിധ ജാതി സംഘടനകൾക്കും അതിൻ്റെ നേതാക്കൾക്കും സ്ഥാനം കൊടുത്തു പോകും എന്ന് പറഞ്ഞുകൊണ്ടാണ് കോൺഗ്രസ് ചെയ്യുന്നത്. കാരണം അതൊരു ഡെമോക്രസിയിലൊരു പരസ്യമായ കാര്യമാണ്. അങ്ങനെ നോക്കുമ്പോൾ SNDPയിലുള്ള കുറച്ച് പേർക്ക്, അല്ലെങ്കിൽ ഈഴവരായിട്ടുള്ള കുറച്ച് പേർക്ക് സീറ്റ് കൊടുക്കേണ്ടി വരും, മുസ്ലിംസിന് കുറച്ച് പേർക്ക് സീറ്റ് കൊടുക്കേണ്ടി വരും, ക്രിസ്ത്യൻസിന് കൊടുക്കേണ്ടി വരും. കോൺഗ്രസിനകത്താണ് ഞാൻ ഈ പറയുന്നത്. അല്ലാതെ പിന്നെ ലീഗും പിന്നെ കേരള കോൺഗ്രസും ഒക്കെ വേറെ, അതവർ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും അത് വേറെ നിൽക്കും. ഇതിനകത്ത് നോക്കുമ്പോൾ തീർച്ചയായിട്ടും കോൺഗ്രസിനകത്ത് നോക്കുമ്പോൾ അങ്ങനെ ഒരു ഇത് കിട്ടും. പിന്നെ AICCയുടെ സ്ഥാനാർത്ഥികളായിട്ട് പലരും വരും. KC വേണുഗോപാലിൻ്റെ കെയർ ഓഫിൽ ചിലർ വരും, രമേശ് ചെന്നിത്തലയുടെ കെയർ ഓഫിൽ വരും, K മുരളീധരൻ്റെ കെയർ ഓഫിൽ വരും, VD സതീശൻ്റെ കെയർ ഓഫിൽ വരും, സണ്ണി ജോസഫിൻ്റെ കെയർ ഓഫിൽ വരും. പിന്നെ വരാൻ സാധ്യതയുള്ള ആൻ്റണി, ചിലപ്പോൾ AK ആൻ്റണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് ആരെങ്കിലുമൊക്കെ വരാൻ സാധ്യതയുണ്ട്. MM ഹസനും, അല്ലെങ്കിൽ MM ഹസൻ്റെ പേര് പറഞ്ഞ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന ആളുകൾ, പിന്നെ K സുധാകരൻ, കണ്ണൂരുള്ള K ഇങ്ങനെ അവരവർക്ക് സ്ഥാനാർത്ഥിത്വം കിട്ടിയില്ലെങ്കിലും അവരവർ ഇപ്പോൾ K സുധാകരൻ ചിലപ്പോൾ മത്സരിക്കുന്നില്ലായിരിക്കും. പക്ഷേ K സുധാകരൻ പറയുന്ന ഒരു പേരായിരിക്കും കണ്ണൂരിൽ മുൻഗണന കൊടുക്കുന്നത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചിലപ്പോൾ മത്സരിക്കുകയാണെങ്കിലും അദ്ദേഹം പറയുന്നൊരു പേര്, ആരെങ്കിലുമൊക്കെ പേര് പറഞ്ഞാൽ അതിനൊരു മുൻതൂക്കം കോട്ടയം ജില്ലയ്ക്ക് കിട്ടും. അതുപോലെ രമേശ് ചെന്നിത്തല പറയുന്ന പേരുകൾക്ക് കിട്ടും. ഇങ്ങനെ ഓരോരുത്തരും, VD സതീശൻ പറയുന്ന പേരുകൾ കിട്ടും. അങ്ങനെ പിന്നെ കൊടിക്കുന്നിൽ സുരേഷ് വളരെ പ്രധാനപ്പെട്ട നേതാവാണ്, അദ്ദേഹം പറയുന്ന പേരുകൾ കിട്ടും. ഇതിനൊക്കെ ഉപരിയായി രാഹുൽ ഗാന്ധിക്ക് ഇഷ്ടപ്പെട്ട ചില പേരുകൾ, ഇപ്പോൾ നേരത്തെ ജയലക്ഷ്മിയൊക്കെ, വയനാട് ജയലക്ഷ്മി മന്ത്രിയൊക്കെയായ, പട്ടികജാതി പട്ടികവർഗ മന്ത്രിയൊക്കെയായ ജയലക്ഷ്മി വന്നത് രാഹുൽ ഗാന്ധിയുടെ ഒരു ശ്രദ്ധയിൽ വന്നൊരു കാൻഡിഡേറ്റ് ആയിട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. എന്തായാലും തിരുവനന്തപുരത്ത് മുതൽ കോവളം വിൻസെൻ്റ് മുതൽ ഇങ്ങനെ പല പേരുകളും, നെയ്യാറ്റിങ്കര സനൽ, കാട്ടാക്കടയിൽ വേണുഗോപാൽ, അങ്ങനെ തുടങ്ങി രാജേഷ്, പിന്നെ അങ്ങനെ തുടങ്ങി ഒരുപാട് പേരുകൾ ഇങ്ങനെ കോൺഗ്രസിൽ വരുന്നുണ്ടെങ്കിലും കോൺഗ്രസിനകത്ത് ഈ വരുന്ന പേരുകളിൽ സന്ദീപ് വാര്യരുടെ പേര് ഇപ്പോൾ വരുന്നില്ല. ശരിക്കും അത് നേരത്തെ വരേണ്ടതാണ്. എല്ലാ സ്ഥാനാർത്ഥികളും അല്ലെങ്കിൽ എല്ലാ ചാനലുകളുമൊക്കെ വളരെ കൃത്യമായി കൗതുകത്തോടെ കാണുന്ന സ്ഥാനാർത്ഥികളിൽ ഒരു സ്ഥാനാർത്ഥിയാണ് സന്ദീപ് വാര്യർ. അത് മറ്റൊന്നുകൊണ്ടുമല്ല, BJPയിൽ നിന്ന് കോൺഗ്രസിലേക്ക് പോവുകയും ഇപ്പോഴും BJP വിരുദ്ധത പറയുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന, പോയിട്ടും BJPയോടുള്ള പക പോലെ തന്നെ BJPയോട് സംസാരിക്കുക, BJPക്കെതിരെയൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് കൊണ്ടൊരു സോഷ്യൽ മീഡിയ ഹൈപ്പുണ്ട്, അല്ലെങ്കിൽ ചാനലുകളിലൊക്കെ വരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ സന്ദീപ് വാര്യർ ഒരു ഫിഗറായിട്ട് നിൽപ്പുണ്ട് കോൺഗ്രസിനകത്താണെങ്കിലും. അപ്പോൾ അദ്ദേഹത്തിന് പക്ഷേ സീറ്റ് കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ സീറ്റ് ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ വലിയ സംശയമുണ്ട്. പാലക്കാട് നിന്നാൽ തോറ്റുപോകാൻ സാധ്യതയുള്ള ശോഭാ സുരേന്ദ്രൻ്റെ കൂടെയാണ് മത്സരിക്കേണ്ടി വരിക. അത് സ്വാഭാവികമായിട്ട് അതിനുള്ള സാധ്യത. പിന്നെ തവന്നൂരാണ് പിന്നെ പറയുന്ന ഒരു മണ്ഡലം. തവന്നൂർ, താനൂർ, അങ്ങനെ കുറച്ച് മലപ്പുറം ജില്ലകളിലെ ചില മണ്ഡലങ്ങളുണ്ട്. പിന്നെ തൃത്താലയുണ്ട്, ഒറ്റപ്പാലമുണ്ട്, ഇങ്ങനെ പല മണ്ഡലങ്ങളുമുണ്ട്. എന്തായാലും പക്ഷേ അദ്ദേഹത്തിന്
സന്ദീപ് വാര്യർക്ക് ഇതുവരെ സീറ്റ് കൊടുത്തിട്ടില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇതിനിടയിൽ സന്ദീപ് വാര്യരെക്കുറിച്ച് നേരത്തെ ഉണ്ടായിരുന്ന ചില ആക്ഷേപങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയിരുന്നു. അത് സംബന്ധിച്ച് ഞങ്ങളൊരു വീഡിയോ ഒക്കെ ചേരുന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞപ്പോൾ ഈ അതല്ല അങ്ങനെയല്ല എന്നുള്ള പിന്നെയുള്ള വിവരങ്ങൾ ഞങ്ങൾ കിട്ടുന്നു. അപ്പോൾ വീഡിയോയിൽ ഞങ്ങൾ ആ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയ പാർട്ടികളോടും പ്രത്യേക മമതയില്ല. വളരെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ജയിച്ചു വരണം, ഏത് പാർട്ടി ആയാലും അവരൊക്കെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ അസംബ്ലിയിൽ ഉണ്ടാവണം എന്ന് പറയുന്ന, അല്ലെങ്കിൽ വേറിട്ട വ്യക്തിത്വങ്ങളൊക്കെ അസംബ്ലിയിൽ വരണം. അങ്ങനെ ഒരു നല്ല ജനാധിപത്യ സംവിധാനത്തിലേക്ക് നമ്മൾ പോകണമെന്നുള്ളതാണ്. അങ്ങനെ നോക്കുമ്പോൾ സന്ദീപ് വാര്യർ തീർച്ചയായിട്ടും നല്ലൊരു കാൻഡിഡേറ്റാണ്, നല്ല വ്യക്തിയാണ്. പക്ഷേ പ്രശ്നം അദ്ദേഹത്തിന് സീറ്റില്ല എന്നാണ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ. ഇനി അത്ഭുതങ്ങൾ സംഭവിക്കാം, മാറ്റങ്ങൾ സംഭവിക്കാം. കാരണം വി.ഡി. സതീശൻ പറഞ്ഞതുപോലെ ഇന്ന് പുതിയുഗ യാത്ര ഇന്ന് അവസാനിക്കും. പുത്തരിക്കണ്ടത്ത് ഇന്ന് 5 മണിക്ക് തിരുവനന്തപുരം പുത്തരിക്കണ്ട മൈതാനിയിൽ ഇന്ന് 5 മണിക്ക് രാഹുൽ ഗാന്ധി ലക്ഷക്കണക്കിന് ആളുകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അത് സംസാരിക്കും. അപ്പോൾ അവർ പ്രകടന പത്രികയിലെ ചില കാര്യങ്ങൾ ഇന്ന് അനൗൺസ് ചെയ്യുമെന്ന് പറയുന്നു. ചിലപ്പോൾ ഇന്ന് സന്ദീപ് വാര്യരും തിരുവനന്തപുരത്ത് കാണാം. അങ്ങനെ വലിയ നേതാക്കളെല്ലാം കെ സി വേണുഗോപാൽ അടക്കമുള്ള അത് പറഞ്ഞപ്പോഴാണ് കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിച്ചാൽ കേരളത്തിൽ അത് മൊത്തത്തിൽ ഗുണം ചെയ്യുമെന്നും ആലപ്പുഴയ്ക്ക് ഗുണം ചെയ്യുമെന്നും AICCയുടെ ഒരു നിരീക്ഷണമുണ്ട്. പക്ഷേ കെ സി വേണുഗോപാൽ മത്സരിച്ചാൽ വീണ്ടും മുഖ്യമന്ത്രി കാൻഡിഡേറ്റായിട്ട് മൂന്നാമതൊരാൾ കൂടി വരും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ തന്നെ വി.ഡി. സതീശനുണ്ട്, രമേശ് ചെന്നിത്തലയുണ്ട്. ഇനി കെ സിയും കൂടി കയറി നിന്നാൽ അത് എന്ത് കണ്ടിട്ടാണ് AICC ഇത് പറയുന്നതെന്നറിയില്ല. ശശി തരൂരിനോട് മത്സരിക്കാൻ പറഞ്ഞു, അദ്ദേഹം താല്പര്യമില്ല എന്ന് പറഞ്ഞ് മാറി. അപ്പോൾ കെ സി വേണുഗോപാലിനെ ആലപ്പുഴയിൽ ഇറക്കിയാൽ സ്വാഭാവികമായിട്ട് ജയിക്കാൻ സാധ്യതയുണ്ട്. അദ്ദേഹം MP ആണ്, വളരെ ആലപ്പുഴക്കാരുടെ പ്രിയപുത്രനാണ് അദ്ദേഹം. അതുകൊണ്ട് കണ്ണൂർക്കാരനാണ്, എന്നിട്ടും പക്ഷേ ആലപ്പുഴക്കാർക്ക് വലിയ ഇഷ്ടമാണ് കെ സി ജയിക്കാനും സാധ്യതയുണ്ട്. പക്ഷേ കെ സി ജയിച്ചാൽ തീർച്ചയായിട്ടും അടുത്ത് വരാൻ പോകുന്ന പ്രതിസന്ധി, കെ സി മന്ത്രിയായിട്ടിരിക്കുമോ, വി.ഡി. സതീശനെ പോലെയുള്ള ഒരു നേതാവിൻ്റെ കീഴിൽ വലിയ AICCയുടെ വലിയ ആളെ സംഘടനാ സെക്രട്ടറി ആയിട്ടുള്ള പിന്നെ കെ സി വേണുഗോപാലും അതുപോലെ വളരെ സീനിയറായിട്ടുള്ള രമേശ് ചെന്നിത്തലയൊക്കെ മന്ത്രിയായിട്ട് ഇരിക്കുമോ എന്നൊരു ചോദ്യം മുഖ്യമന്ത്രി വി.ഡി. സതീശന് കൊടുത്തുകൊണ്ട്, അതോ ഇവർ പങ്കുവയ്ക്കുമോ, 2.5 വർഷം 2.5 വർഷം 2 വർഷം 3 വർഷം എന്നൊക്കെ പറഞ്ഞ് ഒരു പങ്കുവയ്ക്കുമോ, അതൊന്നും നമുക്കറിയില്ല. എന്തായാലും ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് വി.ഡി. സതീശനാണ് സാധ്യതയുള്ളത്. ആ വി ഡി സതീശൻ നയിക്കുന്ന മന്ത്രിസഭയിലും ഗവൺമെൻറ്റിലും MLA ആയി സന്ദീപ് വാര്യർ ഉണ്ടാകുമോ എന്നുള്ളതൊരു ചോദ്യമാണ്. നിലവിലെ റിപ്പോർട്ടുകൾ അനുസരിച്ച് സന്ദീപ് വാര്യറിൻ്റെ പേര് ഒരു മണ്ഡലത്തിലും ഉയർന്ന് കേൾക്കുന്നില്ല. ഒരുപക്ഷെ ഉണ്ടായേക്കാൻ നാളെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇതുവരെ അങ്ങനെ ഒരു പേരും കേൾക്കുന്നില്ല എന്നുള്ളതാണ് ആ ഭാഗത്ത് വരുന്ന നമ്മൾ പ്രധാനപ്പെട്ട ആളുകൾ. നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനെ ചില ആളുകളെ സെലക്ട് ചെയ്യുന്നുണ്ട്, വളരെ പ്രധാനപ്പെട്ട ആളുകളായിട്ട് ഓരോ പാർട്ടിയിലും അങ്ങോട്ട് മാറിയവർ ഇങ്ങോട്ട്. പൈസ പോറ്റിക്ക് സീറ്റുണ്ടോ ഇല്ലയോ അതൊരു വാർത്തയാണ്. അതുപോലെ തന്നെ രശ്മി കൊട്ടാരക്കരയിൽ കോൺഗ്രസിൽ നിന്ന് മാറിയ രശ്മിക്ക് സീറ്റുണ്ടോ ഇല്ലയോ, അങ്ങനെ ഓരോ സ്ഥലത്തും വളരെ പ്രധാനപ്പെട്ട ആളുകൾക്ക് സീറ്റുണ്ടോ ഇല്ലയോ. ഇപ്പോൾ ജി സുധാകരൻ മത്സരിക്കുന്നുണ്ടോ ഇല്ലയോ, അതുപോലെ തന്നെ അവിടെ നമ്മുടെ കുഞ്ഞികൃഷ്ണൻ പയ്യന്നൂർ മത്സരിക്കുന്നുണ്ടോ, ഇതൊക്കെ ഒരു വാർത്തയാണ്. അതുകൊണ്ടാണ് സന്ദീപ് വാര്യ ഒരു വാർത്തയിൽ വരുന്ന ഒരാളെന്നുള്ള നിലയിലാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. എന്തായാലും സന്ദീപ് വാര്യർക്ക് നിലവിൽ സീറ്റ് ഇല്ല എന്നാണ് നമ്മൾ സോഴ്സുകൾ അറിയുന്നത്. പക്ഷേ ഇനി ഞാൻ പറഞ്ഞല്ലോ, സീറ്റുകൾ പ്രഖ്യാപിച്ചിട്ടില്ല. അതുകൊണ്ട് ഏതെങ്കിലും മണ്ഡലത്തിൽ സന്ദീപ് വാര്യർ ഉണ്ടാകുമോ എന്നുള്ള കാര്യവും നിശ്ചയം ഇല്ല.